ഹലോ ഓൾ വെൽക്കം ടു റൈസ് അപ്പ് എത്തിക്സ് ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം. സോ ഇന്ന് നമ്മൾ ഡേ 8 ആണ്. ഇന്ന് നമ്മൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി വിത്തൗട്ട് നോളജ് ഈസ് വീക്ക് ആൻഡ് യൂസ്ലെസ് ബട്ട് നോളജ് വിത്തൗട്ട് ഇൻറ്റഗ്രിറ്റി ഈസ് ഡേഞ്ചറസ് ആൻഡ് ഡ്രെഡ്ഫുൾ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ യുവർ സ്റ്റാൻഡ് വിത്ത് ഇലിസ്ട്രേഷൻ ഫ്രം മോഡേൺ ഡേ കോണ്ടെക്സ്റ്റ്. ഇതാണ് ക്വസ്റ്റ്യൻസ്. സോ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് എന്താണ്, രണ്ട് കണ്ടീഷൻസ് ആണ്. ഇൻറ്റഗ്രിറ്റി ഉണ്ട്, പക്ഷേ എന്താണ്, വിത്തൗട്ട് നോളജ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് സിറ്റുവേഷൻ. അതിൻ്റെ സിറ്റുവേഷനിൽ പറയുന്നത് യൂസ്ലെസ് ആണ്. ഇൻറ്റഗ്രിറ്റി ഉണ്ട് ബട്ട് നോളജ് ഇല്ല. സോ നമുക്കറിയാം നല്ല സത്യസന്ധനാണ് പക്ഷേ എന്തില്ല, കഴിവില്ല. അങ്ങനെ അല്ലെങ്കിൽ നോളജ് ഇല്ല, അറിവില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ആക്ച്വലി യൂസ്ലെസ് ആണ് അല്ലേ. ബട്ട് നോളജ് ഉണ്ട് പക്ഷെ ഒരു ഇൻറ്റഗ്രിറ്റിയും ഇല്ല. നല്ല ബുദ്ധിയാണ് പക്ഷെ എന്താണ്, കുരുട്ട് ബുദ്ധിയാണ്. സോ നോളജ് ഉണ്ട് പക്ഷെ എന്തല്ല, അയാൾക്ക് ഇൻറ്റഗ്രിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അത് പ്രോബ്ലമാറ്റിക് ആണ്. നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, ഫസ്റ്റ് പാർട്ട്. ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്, ഇതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് ഇതെന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താ. ഇൻറ്റഗ്രിറ്റി ഇത് ഫസ്റ്റ് ഭാഗത്തിൽ കുഴപ്പമുണ്ടോ, അതോ ഇൻറ്റഗ്രിറ്റി വിത്തൗട്ട് നോളജ് വീക്കല്ല, അത് സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. അതല്ല ഇത് ഡ്രെഡ്ഫുൾ, പ്രശ്നമൊന്നുമില്ല ഇതാണെങ്കിൽ അത് പറയാം. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ബാലൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒപ്പീനിയൻ നിങ്ങൾക്ക് പറയാം. സോ ബേസ്ഡ് ഓൺ ദി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ്റെ അവസാനത്ത് നിങ്ങളുടെ ഒപ്പീനിയൻ കൂടി ചോദിക്കുന്നുണ്ട്. സോ ആ ഒപ്പീനിയൻ കൂടി നിങ്ങളിവിടെ പറയേണ്ട ആവശ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ ആൻസറിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ആൻസറിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പാരഗ്രാഫ് ഫോർമാറ്റിൽ എഴുതുമ്പോഴാണ്. ബിക്കോസ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചുകൂടി എഴുതാൻ വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അത് പാരഗ്രാഫായിട്ട് എഴുതുന്ന ഫോർമാറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ ആൻസർ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പം നോക്കി ഇതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഇൻറ്റഗ്രിറ്റി ഗീവ്സ് മോറൽ ഡയറക്ഷൻ വൈൽ നോളജ് പ്രൊവൈഡ്സ് ദ കേപ്പബിലിറ്റി ടു ആക്ട്. ഇത് നമ്മളൊരു മെറ്റഫറ കൊടുത്തിട്ടാണ് ക്വസ്റ്റ്യനിലേക്ക് ലിങ്ക് ചെയ്യുന്നത്. ലൈക്ക് എ കാർ വെയർ ഇൻറ്റഗ്രിറ്റി ഈസ് ദ സ്റ്റിയറിംഗ് വീൽ ആൻഡ് ദ നോളജ് ഈസ് ദി എൻജിൻ ആൻഡ് ഡയറക്ഷൻ വിത്തൗട്ട് പവർ ഗോസ് നോ വെയർ ആൻഡ് പവർ വിത്തൗട്ട് ഡയറക്ഷൻ എൻഡ്സ് ഇൻ ഡിസാസ്റ്റർ. സോ നമ്മൾ എന്ത് ചെയ്തു, ഇത് സെയിം സാധനം തന്നെ നമ്മളൊരു മെറ്റഫറിലൂടെ ഇതെങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻറ്റഗ്രിറ്റി ആൻഡ് നോളജ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നുകൂടി പറഞ്ഞു. ആൻഡ് ഇതെന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, ഡിമാൻഡ് എന്ന് പറയും. സോ ദിസ് ഈസ് എ ഗുഡ് ഇനഫ് ഇൻട്രൊഡക്ഷൻ. സെക്കൻഡ് മോഡൽ ഓഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലിങ്ക് ചെയ്യാണ്. ദ മീനിങ് ജസ്റ്റ് ഒന്ന് പറയാണ്. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർഗോസ് ഇൻറ്റഗ്രിറ്റി ആൻഡ് നോളജ് ആർ ദ ടു പില്ലേഴ്സ് സപ്പോർട്ടിംഗ് മീനിങ്ഫുൾ ആക്ഷൻ. Integrity and the commitment to moral principles and placing public duty above personal gain, ensuring that actions are ethical. And knowledge, the possession of information, understanding the expertise, ensure that actions are effective. Without integrity, knowledge can become a tool for harm. ആൻഡ് വിത്തൗട്ട് നോളജ് ദ ഇൻറ്റഗ്രിറ്റി ലാക്ക് ദ സ്ട്രെങ്ത് ടു ബ്രിങ് പോസിറ്റീവ് ചേഞ്ച് എന്ന രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ബട്ട് ഐ ഗോ വിത്ത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അതിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നന്നാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മെറ്റഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ട്, ദർ ഈസ് ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഇൻറ്റഗ്രിറ്റിയും നോളജും തമ്മിലുള്ള ഒരു ബന്ധമാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഹൈ നോളജ്, ഹൈ വാല്യൂ സിസ്റ്റമാണ്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ വാല്യൂ സിസ്റ്റമാണ് പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ലോ സ്കില്ല് ആണ് ഈ ഒരു സിറ്റുവേഷൻ. സോ ഇതിൻ്റെ അകത്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വാല്യൂ സിസ്റ്റം ഉണ്ടെങ്കിലും നോളജ് കുറവായതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വാല്യൂ സിസ്റ്റം നോളജ് കുറവായതുകൊണ്ട് സ്കിൽ ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, വൺ സൊല്യൂഷൻ ദാറ്റ് ഇമ്പ്രൂവിങ് സ്കിൽ സെറ്റ് എന്തായിരിക്കും, ഇതൊരു ആപ്റ്റ് പേഴ്സൺ ആക്കി ഇയാളെ മാറ്റിയെടുക്കാൻ പറ്റും. സോ ഗിവ് ഹിം നോളജ്. സോ നോളജ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹൈ വാല്യൂ സിസ്റ്റം ഉള്ളതുകൊണ്ട് ദാറ്റ് വിൽ ബി ബെറ്റർ ആക്ടിവിറ്റി. സോ ഇത് കുഴപ്പമില്ലാത്തൊരു പൊസിഷനാണ്. ഓക്കെ, ദർ ഇസ് എ സ്കോപ്പ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. ഈ പൊസിഷനിൽ ഹൈ സ്കില്ലും ഉണ്ട്, ഹൈ വാല്യൂസും ഉണ്ട്. സോ ഈ ഒരു പൊസിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, അടിപൊളി ആളാണ്. കാരണം എന്താണ്, ബെസ്റ്റ് സ്യൂട്ടബിൾ ആണ്. ഹി ഓൾസോ ഹാവ് നോളജ് ആസ് വെൽ ആസ് ദി എത്തിക്കൽ വാല്യൂ സിസ്റ്റം. ഇവിടുത്തെ പ്രശ്നം ഇവിടെ ലോ വാല്യൂസ് ആണ്, അതേപോലെ തന്നെ ലോ സ്കില്ലാണ്. ഓക്കെ, ലോ വാല്യൂസും ലോ സ്കില്ലും ആയതുകൊണ്ട് തന്നെ സ്കില്ലും ഇല്ല, വാല്യൂ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് കഴിവില്ല, അതുകൊണ്ടൊന്നും ചെയ്യാനും പറ്റാത്തതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. ലെസ് ഹാംഫുൾ ആണ്. കാരണം സൊസൈറ്റിയിൽ അധിക രീതിയിൽ വലിയ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദിസ് സിറ്റുവേഷൻ ഈസ് വെരി ഡ്രെഡ്ഫുൾ സിറ്റുവേഷൻ ഓർ വേഴ്സ് സിറ്റുവേഷൻ. ദർ ഇസ് ലോ വാല്യൂ സിസ്റ്റം ബട്ട് ഹൈ സ്കില്ല് ഭയങ്കര കൂടുതലാണ് പക്ഷേ വാല്യൂ സിസ്റ്റം ഭയങ്കര ലോ ആണ്. സോ ദിസ് ഈസ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. സോ ഇതുപോലെയുള്ളൊരു കണക്ഷൻ ചെയ്യാവുന്ന ഒരു ഗ്രാഫ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറിൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ പാരഗ്രാഫായിട്ട് എഴുതുന്നതാണ് ഇത് നല്ലത്. സോ ഇവിടെ എന്തൊക്കെ എഴുതാം, ഇൻറ്റഗ്രിറ്റി വിത്തൗട്ട് നോളജ്
നോളജ് ഈസ് വീക്ക് ആൻഡ് യൂസ്ലെസ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? ബേസിക്കലി എന്താണ് ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് വാല്യൂ സിസ്റ്റമാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിയെങ്കിൽ നോളജ് ഇല്ലാതെ ഈ വാല്യൂ സിസ്റ്റംസ് ഒക്കെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ആക്ഷൻ കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് കുറേ ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, ബട്ട് ദേ ലാക്ക് ദി എക്സ്പെർട്ടൈസ്. അപ്പോൾ അവിടെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അവിടെ ഡോക്ടേഴ്സും പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണൽസും അങ്ങനെ ഓഫീസേഴ്സ് നോളജ് ഉള്ള ആളുകൾ തന്നെ ആയിരിക്കണം അവിടെ ചെയ്യേണ്ടി വരിക. അപ്പം ഇൻറ്റഗ്രിറ്റി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എഫക്റ്റീവായിട്ടൊരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വി ഓൾസോ നീഡ് നോളജ്. അതേപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി ഉള്ളതുകൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു കേപ്പബിളായിട്ട് നമുക്ക് റിസോഴ്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നോളജ് വേണം. ഇപ്പോൾ ഒരു ഡിസാസ്റ്ററിൻ്റെ സമയത്ത് ട്രെയിൻഡ് പ്രൊഫഷണൽ ആൻഡ് അൺട്രെയിൻഡ് പ്രൊഫഷണൽ വെച്ച് നോക്കുമ്പം ഈവൻ വാല്യൂ സിസ്റ്റത്തിൽ നമുക്ക് കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇൻറ്റഗ്രിറ്റി ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് നോളജ് സിസ്റ്റമോ അതിൻ്റെ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് പ്രോപ്പറായിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വരും. അതേപോലെ തന്നെ ലീഡർഷിപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല ഇൻറ്റഗ്രിറ്റി നോളജ് ഉണ്ട്, അതുപോലെ പക്ഷേ എന്താണ് ഇംപ്രാക്ടിക്കൽ പോളിസീസിലാണ് എടുക്കുന്നത്. ഇൻറ്റഗ്രിറ്റി ഉണ്ട് പക്ഷേ നോളജ് ഇല്ല. അതുപോലെ എക്സ്പെഷ്യലി എന്താണ് ഇപ്പോൾ ടോപ്പ് ബ്യൂറോക്രാറ്റ്സ് ഒക്കെ നേരിടുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ മേ ലാക്ക് ദ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി ബട്ട് ഹാവിങ് ഹൈ ഇൻറ്റഗ്രിറ്റി. സോ ദിസ് ഈസ് ഓൾസോ ലീഡ് ടു ബിഗർ പ്രോബ്ലം ബിക്കോസ് നമുക്ക് നോളജും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇൻറ്റഗ്രിറ്റിൻ്റെ ഭാഗത്ത് ഇൻറ്റഗ്രിറ്റി ഉണ്ട് പക്ഷേ നോളജിൻ്റെ കാര്യത്തിൽ നമ്മൾ വീക്ക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി പോളിസീസ് എടുക്കുമ്പോൾ പോളിസി മിസ്മാച്ചസ് വരാനുള്ള ചാൻസസ് ഇവിടെ വളരെ കൂടുതലാണ്. സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻറ്റഗ്രിറ്റി ഉണ്ട് പക്ഷേ നോളജ് ഇല്ലെങ്കിൽ സംഭവിക്കും. അതുപോലെ നോളജ് ഉണ്ട് പക്ഷേ വിത്തൗട്ട് ഇൻറ്റഗ്രിറ്റി ആണെങ്കിൽ എന്താണ്, അത് പ്രോബ്ലം ആണ്. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് വിത്തൗട്ട് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബാങ്ക്സ് ലോൺ എന്ത് ചെയ്യുന്നു വിത്തൗട്ട് കൊളാട്രൽ ആൻഡ് വിത്ത് ബാങ്ക് ഓൾസോ ഗോയിങ് ഫോർ എവർഗ്രീനിങ് ഓഫ് ലോൺസ് ആൻഡ് വിത്തൗട്ട് പ്രോപ്പർ കൊളാട്രലോ ഡോക്യുമെൻറ്റോ ഇല്ലാതെ ബാങ്ക്സ് ഈസ് ഗിവിംഗ് ലോൺ. സോ ബാങ്ക് ഹാസ് നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഓഫ് ലെൻഡിങ് ആക്ടിവിറ്റീസ്, സ്റ്റിൽ ദേ ചൂസ് ടു ഗിവ് ലോൺസ്. ദാറ്റ് മീൻസ് ദേ ഹാവ് ദ നോളജ് but they are not cared about the integrity. They lack the integrity in the system. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, കംപ്ലീറ്റ് ഡിസാസ്റ്റർ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിലേക്കാണ് അത് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സ്കില്ലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ടെക്നോളജിക്കൽ ഇപ്പം AI ഒക്കെ വരുന്ന വേൾഡാണ് അല്ലേ, അപ്പോൾ ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് നമുക്ക് അതിനകത്ത് എന്താണ് വളരെയധികം സ്കിൽസ് ഉണ്ട്. പക്ഷേ ഇഫ് യു ഡു നോട്ട് ഹാവ് ദ ഇൻറ്റഗ്രിറ്റി വാട്ട് വിൽ യു ഡു, യു വിൽ ഇൻട്രപ്റ്റ് ദി അതേഴ്സ് പ്രൈവസിയിലേക്ക് നിങ്ങൾ ഇൻട്രൂഡ് ചെയ്യാനുള്ള രീതിയിൽ പോകും. അതുപോലെ തന്നെ മോർഫിങ്, അതുപോലെ തന്നെ നിങ്ങൾ മിസ്ഇൻഫർമേഷൻസ് ഒക്കെ കൂടുതലായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ ദിസ് ഷോസ് ദാറ്റ് ലാക്ക് ഓഫ് ഇൻറ്റഗ്രിറ്റി ബട്ട് വിത്ത് നോളജ് വിൽ ലീഡ് ടു എന്താണ് ഒരുപാട് പ്രോബ്ലംസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗവേണൻസിൻ്റെ ആക്ടിവിറ്റി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ആസ്പെക്റ്റിൽ നിങ്ങൾ നോക്കി ഇൻറ്റഗ്രിറ്റി ഉള്ളതുകൊണ്ട് പബ്ലിക് ട്രസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നോളജ് ഉണ്ട് പക്ഷേ ഇൻറ്റഗ്രിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പോളിസീസിലൊക്കെ നമ്മൾ സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കുമ്പം ഈ ഇൻറ്റഗ്രിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പബ്ലിക് സ്പേസസ് മിസ്യൂസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വരാം. ഇപ്പോൾ ഡെമോക്രാറ്റിക് കോൺടെസ്റ്റ് പൊളിറ്റീഷ്യൻസ് ഒക്കെ എന്താണ് ഇൻഡെപ്ത് പോളിസീസ് ഒന്നും ഉണ്ടാക്കാതെ നോളജ് ബട്ട് നോട്ട് എത്തിക്കൽ കോമ്പസ് ഇല്ല എന്നുണ്ടെങ്കിൽ ലൂപ്പ് ഹോൾസ് എന്ത് ചെയ്യും, ലോസിലെ ലൂപ്പ് ഹോൾസ് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഡൽഹിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇനിഷ്യലി 2000 cc മുകളിലുള്ള ഡീസൽ വെഹിക്കിൾസ് നിരോധിച്ചു. സോ മെനി കമ്പനീസ് കേം അപ്പ് വിത്ത് 1900 cc വെഹിക്കിൾസ്. ഇറ്റ് ഈസ് ആക്ച്വലി എന്താണ് നോളജും ഉണ്ട് പക്ഷെ അവിടെ എന്താണ് ലാക്ക് ഓഫ് ഇൻറ്റഗ്രിറ്റി ഉള്ളതുകൊണ്ട് ദേ ആർ ബെൻഡിങ് ദ ലോ. ഓക്കെ, സോ ട്രൈങ് ടു ഫൈൻഡ് ദ ലൂപ്പ് ഹോൾസ് ഇൻ ദ ലോ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുകയാണ്, ബൈപ്പാസ് ചെയ്യാണ്. ദാറ്റ് ഈസ് അഗെയിൻ എ പ്രോബ്ലം. അതേപോലെ തന്നെ നോളജ് നമ്മൾ എംപവർ ചെയ്യുന്നുണ്ടെങ്കിലും വേറെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ കളക്റ്റീവ് ഗുഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം അതൊരു ഡിസ്ട്രക്റ്റീവിലേക്കായിരിക്കും നമ്മൾ പോവുക. ഇപ്പം എല്ലാ ദിവസവും നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ ലൈഫൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് മെഡിക്കൽ നോളജ് ഉണ്ടാകും പക്ഷേ എത്തിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് എന്ത് ചെയ്യും, ആളുകൾ കൂടുതൽ പൈസ എക്സ്ട്രാക്ട് ചെയ്യാം. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എസ്പെഷ്യലി എന്ത് ചെയ്യാറുണ്ട്, ദർ ഈസ് ചാൻസസ് ഓഫ് എക്സ്ട്രാക്ടിങ് പ്രോഫിറ്റ് rather than not having an ethical ground, giving lot of unwanted test. Okay, so these are the issues of having knowledge but lack of integrity. So what is our opinion, നമ്മുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത്. So we can say that we need to have a balancing stand where both integrity as well as knowledge should be in a balance, because രണ്ടും എന്താ ഒന്നില്ലാതെ ഒന്നുണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ രണ്ടും വേണം എന്നുള്ള സ്റ്റാൻഡിന് എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മോഡേൺ വേൾഡിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ സ്കിൽ സെറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വിതൗട്ട് സ്കിൽ സെറ്റ്സ് ദർ ഇസ് നോ യൂസ് ടു ആക്ട് ഇൻ എ പർട്ടിക്കുലർ, ബിക്കോസ് ദിസ്
സൊസൈറ്റി ഈസ് കൈൻഡ് ഓഫ് എ സ്പെഷ്യലൈസ്ഡ് സൊസൈറ്റി അല്ലേ? ഓരോ ആക്ടിവിറ്റിക്കും ദർ ഈസ് എ സ്പെഷ്യലൈസേഷൻ. സോ വിതൗട്ട് സ്പെഷ്യലൈസ്ഡ് നോളജ് ഇന്നത്തെ സൊസൈറ്റിയിലേക്ക് നമുക്ക് കുറേ കാലത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. സോ ബാലൻസിങ് ദ നോളജ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ആണ് ബേസിക് വേണ്ടത്. അതിനുവേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, എത്തിക്കൽ ലീഡർഷിപ്പ് നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ഇൻറ്റഗ്രിറ്റി ബൈ ദ പീപ്പിൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ്സ് ഒക്കെ നമുക്ക് പറയാം. സോ ഫോർ എക്സാമ്പിൾ യു ക്യാൻ ഓൾസോ കോട്ട് ദി എക്സാമ്പിൾസ് ഓഫ് എയിംസ് ഹോസ്പിറ്റൽ. ഓൾസോ വി ഹാവ് റീസെൻ്റ്ലി ഷെയർഡ് 2 rupee ഡോക്ടേഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 rupee ഡോക്ടർ ഫ്രം കണ്ണൂർ. He is still having knowledge as well as having integrity, so he is charged only 2 rupees from the patients. So all these are the examples. Or you can also make sure that AIIMS doctors are working. Nandan Nilekani, so he was with the private sector, then he came to public sector and served the nation and came up with the largest idea which even got the world recognition and Guinness Book record, that is Aadhaar. So all this initiative of Nandan Nilekani, it's kind of a, you can say that it's kind of a contribution to society or example of having integrity as well as the knowledge in a particular field. Okay, so ഇതുപോലെ ഇൻറ്റഗ്രിറ്റി നോളജ് നമുക്ക് എന്ത് ചെയ്യണം, അതിൽ അസൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അലൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ എൻഡ് അപ്പ് വിത്ത് എ കോട്ട്. ദ കോട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ എന്താണ്, എഡ്യൂക്കേഷൻ without values as useful as it is and seems rather to make a man a more clever devil എന്നുള്ളതാണ്. സോ ദാറ്റ്സ് വാട്ട് ടുഡേയ്സ് explanation വരുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ കീ. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ റീച്ച് ഔട്ട് ടു അസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.